വെള്ളിയാഴ്ച റഷ്യയെ നടുക്കിയ മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിൽ IS നടത്തിയ ഭീകരാക്രമണത്തിൽ കുറഞ്ഞത് 133 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആക്രമണത്തിൽ നിന്നും ഭാഗ്യം കൊണ്ടെന്ന പോലെ രക്ഷപ്പെട്ട ചിലർ റഷ്യൻ മാധ്യമങ്ങളുമായി ദൃക്സാക്ഷി വിവരണങ്ങൾ പങ്കുവച്ചു. IS തോക്കുധാരികൾ ആൾക്കൂട്ടത്തിലേക്ക് വെടിവച്ചപ്പോൾ മരിച്ചതുപോലെ നടിച്ച് തറയിൽ കിടന്നാണ് പലരും ജീവിതത്തിലേക്ക് തിരിച്ചുവന്നതെന്ന് റഷ്യൻ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. RT ന്യൂസ് പ്രകാരം മോസ്കോയിലെ വെടിവെപ്പിൽ നിന്നും രക്ഷപ്പെട്ട ഒരു പെൺകുട്ടി തന്റെ ഭയപ്പെടുത്തുന്ന അനുഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അവർ ഞങ്ങളെ കണ്ട ഉടനെ തോക്കുമായി ഓടിവന്നു. ആളുകൾ പരിഭ്രാന്തരായി. അക്രമികൾ ഞങ്ങൾക്ക് നേരെ വെടിവെക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ നിലത്തേക്ക് കിടന്നു. പലരും വെടികൊണ്ട് വീഴുന്നുണ്ടായിരുന്നു. അക്രമത്തിൽ എനിക്കും പരിക്കേറ്റു. എന്നാൽ ഞാൻ യഥാർത്ഥത്തിൽ മരിച്ചതുപോലെ കിടക്കുകയായിരുന്നു. പക്ഷേ നിലത്ത് കിടന്ന ആളുകൾക്ക് നേരെയും അവർ വെടിയുതിർത്തു. എന്റെ അരികിൽ കിടന്ന പെൺകുട്ടിക്ക് വെടിയേറ്റു കൊല്ലപ്പെട്ടു. റഷ്യൻ പോലീസ് പറയുന്നതനുസരിച്ച് ക്രോക്കസ് സിറ്റി ഹാളിലെ സംഗീത പരിപാടിക്കിടെ വെടിവെപ്പ് നടത്തിയ 4 തോക്കുധാരികൾ ഉൾപ്പെടെ 11 പേരെ റഷ്യ പിടികൂടിയിട്ടുണ്ട്. ഇവർക്ക് കഠിനമായ ശിക്ഷ നൽകുമെന്ന് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചു. ആക്രമണത്തിലെ മറ്റൊരു ഇരയായ 27-കാരി അരീനയെ ഉദ്ധരിച്ച് ഗാർഡിയൻ റിപ്പോർട്ട് പറയുന്നതിങ്ങനെയാണ്. മുറിക്ക് പുറത്തുനിന്ന് ഞങ്ങളൊരു വലിയ ശബ്ദം കേട്ടു. പക്ഷേ അത് മ്യൂസിക് ഇവന്റിന്റെ ശബ്ദമാണെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ പതിയെ ശബ്ദത്തിൽ ചില മാറ്റങ്ങൾ കേട്ടു തുടങ്ങി. അത് തീർത്തും ഭയാനകമായിരുന്നുവെന്ന് അരീന പറയുന്നു. അതോടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ആളുകൾക്ക് തോന്നി. അങ്ങനെയാണ് വെടിവെപ്പാണെന്ന് മനസ്സിലായതെന്ന് അവർ കൂട്ടിച്ചേർത്തു. എല്ലാവരും പെട്ടെന്ന് നിലത്ത് കിടന്നു. ഞാൻ അരികിലേക്ക് നോക്കിയപ്പോൾ പരിക്കേറ്റ നിരവധി ആളുകൾ രക്തത്തിൽ കിടക്കുന്നതായി കണ്ടു. അതേസമയം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് മുൻപ് ഒരു സ്ത്രീ അക്രമികളിൽ ഒരാളോട് സംസാരിക്കാൻ ശ്രമിച്ചുവെന്നും പെൺകുട്ടി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അക്രമികൾ ഒന്നും പറഞ്ഞില്ലെന്നും വിവേചനരഹിതമായി ആളുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്നും ആക്രമണത്തിനിരയായ അലക്സാണ്ടർ പ്രതികരിക്കുന്നു. മാത്രമല്ല, കൂട്ടക്കൊല നടത്തിയ ശേഷം തോക്കുധാരികൾ ഹാളിൽ തീയിടുകയും അകത്ത് അവശേഷിച്ച എല്ലാവരുടെയും ജീവനെടുത്തെന്ന് ഉറപ്പാക്കാൻ പ്രധാന എൻട്രൻസ് പൂട്ടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് കഴിയാതെ വന്നതോടെ അല്പസമയത്തെ ശ്രമത്തിനു ശേഷം അവർ അവിടെ നിന്നും പിൻവാങ്ങിയെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അതേസമയം റഷ്യയിലെ മോസ്കോ ഭീകരാക്രമണത്തിൽ യുക്രൈന് പങ്കുണ്ടെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആരോപണങ്ങളെ അമേരിക്ക പൂർണ്ണമായി തള്ളിയിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ISന് മാത്രമാണെന്ന് വൈറ്റ് ഹൌസ് പ്രസ്താവിച്ചു. തങ്ങൾക്ക് പങ്കില്ലാത്ത ഒരു കാര്യത്തിൽ തങ്ങൾക്ക് മേൽ കുറ്റം കെട്ടിവയ്ക്കാൻ റഷ്യ മനഃപൂർവ്വം ശ്രമിക്കുന്നതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും പ്രതികരിച്ചിരുന്നു. റഷ്യയുടെ ആരോപണം ശുദ്ധ അസംബന്ധം എന്നായിരുന്നു യുക്രൈൻ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക പ്രതികരണം. പ്രതികൾ യുക്രൈനിലേക്ക് കടക്കാൻ ശ്രമിച്ചെന്നും ഇവർ യുക്രൈൻ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയെന്നുമാണ് പുടിൻ പറഞ്ഞിരുന്നത്. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്.